3 ചോദ്യമാണ്. അതായത് അതിനൊരു ഉത്തരം കോൺഗ്രസിന്റെ പ്രതിനിധി തന്നാൽ നന്നായിരുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായും അധികാരം കിട്ടിയാൽ, നിങ്ങൾക്ക് നിയമം മാറ്റാനുള്ള അധികാരം കിട്ടിയാൽ 370-ാം വകുപ്പ് വീണ്ടും കാശ്മീരിൽ കൊണ്ടുവരുമോ? 1. 2, ഇപ്പോഴത്തെ ഞങ്ങൾ ഇനി ബില്ല് മാറ്റിയെന്നിരിക്കട്ടെ, വഖഫ് ബില്ലിൽ നിന്ന് അമെൻമെന്റ് കൊണ്ടുവന്ന് ഇതെല്ലാം എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് ഗംഭീര ഭൂരിപക്ഷം കിട്ടിയാൽ വഖഫ് ബില്ല് ഇപ്പോൾ ഉള്ള പോലെ തന്നെ പുനഃസ്ഥാപിക്കുമോ? PFIയെ ഞങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധനം നിങ്ങൾ എടുത്തു കളയുമോ? വ്യക്തമാണ്. ഈ 3 കാര്യത്തിനും കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു ഉത്തരം ഒന്ന് പറഞ്ഞാൽ ശ്രീ രാജു പി നായർ, സ്ട്രെയിറ്റ് ആയ ചോദ്യങ്ങളാണ്. 1 മിനിറ്റിൽ താങ്കൾക്ക് മറുപടി നൽകാവുന്നതുമാണ്. ഇന്നത്തെ വിഷയവുമായി ബന്ധമുള്ളതുമാണ്. അല്ല, അദ്ദേഹത്തോട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയും. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഞങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കും. നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാണല്ലോ, ഞങ്ങൾ സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചിരിക്കും. 1. രണ്ടാമത്തെ കാര്യം, വഖഫ് ബോർഡിന്റെ നിയമം നിങ്ങൾ കൊണ്ടുവരുന്ന ഭേദഗതി റദ്ദാക്കി. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളെല്ലാം വഖഫ് ബോർഡ്, ഞാൻ പറയുന്നേക്ക് വഖഫ് ബോർഡിന്റെ നിങ്ങളുടെ ഭേദഗതി ഞങ്ങൾ ഇതിനപ്പുറം ഇരിക്കട്ടെ. അനിൽകുമാർ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എന്താ അറിയോ, ഈ രാജ്യത്തെ വേണ്ടി വന്നാൽ നിരോധിക്കും. ഒരു സംശയവും വേണ്ട. പിന്നെ അനിൽകുമാർ പറഞ്ഞൊരു കാര്യം, നിരോധനം പിൻവലിക്കുമോ ഇല്ലയോ? അത് പറ രാജു, അത് പറ രാജു. ഉത്തരം പറ. PFI നിരോധനം പിൻവലിക്കുമോ? ആരാ വർഗീയവാദികൾ കേരളത്തില്? മതനിരപേക്ഷ കേരളത്തെ വർഗീയത കൊണ്ട് മൂടാൻ വന്നിരിക്കുന്ന BJP. എന്നിട്ട് ഇടതുപക്ഷം എന്താ പറയുന്നത്? കോൺഗ്രസ് വർഗീയത കാണിച്ചു. കോൺഗ്രസ് എന്താ പറയുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ വർഗീയത കാണിച്ചു. ഇപ്പൊ ന്യൂനപക്ഷ എതിർത്ത് പറയുന്നു. ഇപ്പൊ ഹിന്ദുത്വ സമീപനാണ്, മൃദു ഹിന്ദുത്വ സമീപനാണ്. ഇപ്പൊ എന്നിട്ട് പാണക്കാടിനെ അടക്കം ചീത്ത വിളിച്ച് ന്യൂനപക്ഷത്തെ തെറി വിളിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നു. ഈ വർഗീയത ഇത്രയും പറഞ്ഞതാരാ? ഞങ്ങളാണോ? ഞങ്ങൾ എല്ലാ കാലത്തും. എന്നിട്ട് ഇവിടുത്തെ ഒരു മാധ്യമവും CPM-ന്റെ വർഗീയത എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ വർഗീയത എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞങ്ങളാണ് വർഗീയവാദികള്. ശരിക്കും നിങ്ങളാണ് വർഗീയവാദികള്. ഇവിടെയുള്ള CPM ഈ കാഫർ ഷോട്ട് ഇറക്കി അവർക്ക് ഒരു പ്രശ്നമില്ല. അത് ചർച്ച ചെയ്തു. അല്ല ഷാനി, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. സോറി, ഇപ്പൊ ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമാവും. അതുകൊണ്ട് അത് വേണ്ട. ഞങ്ങൾ വർഗീയവാദികളാണെന്ന് നിങ്ങൾ പറയുമ്പോൾ, ഇനി അങ്ങനെ പറയാം, ഞങ്ങൾ വർഗീയവാദികളാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്ന വർഗീയത ഈ കേരളത്തിൽ, എന്നിട്ട് അവരാണ് പുരോഗമനവാദികൾ, നവോത്ഥാന കേരളത്തിന്റെ ആളുകൾ. ഇത് കേരളമാണെന്ന് പറയുന്നവർ ഞങ്ങളാണ് കേരളത്തെ സൃഷ്ടിച്ചതെന്ന് പറയുന്നു. ഇത്രയും പത്രപരസ്യം ഇറക്കിയത് ഞങ്ങളാണോ? ഇറക്കിയത് ഞങ്ങളാണോ? കാഫർ ഷോട്ട് ഇറക്കിയത് ഞങ്ങളാണോ? എന്തൊക്കെയാ ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടിക്കൂട്ടിയത്? ഇവിടെ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റൊന്നുമല്ല. ഞങ്ങൾ മത്സരിക്കുന്നു, നന്നായി മത്സരിക്കുന്നു. ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ്. ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വിശദമായി ഞങ്ങൾ പഠിക്കും. ഞങ്ങൾ അടുത്ത 2026 ഇതിൽ ഉണ്ടായ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ അത് പരിശോധിക്കും. എന്നിട്ട് 2026 തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ആത്മവിശ്വാസത്തോടുകൂടി ആ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും. അതിലെന്താ ഇതിൻ്റെ അകത്ത് ഇത്ര പറയാനുള്ളത്? അതിനപ്പുറം ഒരു മറുപടി എനിക്കില്ല ആ കാര്യത്തിൽ. പിന്നെ ആകെയുള്ള ആശങ്ക, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഈ വർഗീയ കക്ഷികളെയും അല്ലെങ്കിൽ തീവ്രവാദ കക്ഷികളെ
ഈ നാടിന് നാശമുണ്ടാക്കുന്ന തീവ്രവാദ കക്ഷികളെ പല സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിപ്പുണർന്നിട്ടുണ്ട്. ഇത് ആശങ്കാജനകമാണ്. ഇത് കളമൊരുക്കി കൊടുക്കലാണ്. ഇത് ഈ മുന്നണികൾ കേരളത്തെ സിറിയാക്കി മാറ്റുന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ നാടിന് ദോഷമാണെന്നുള്ള ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. ഇതുപോലെ ഇപ്പോൾ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ് എന്ന് CPM തിരിച്ചറിയുന്നപ്പോഴാണ്, ഏത് കാരണത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്? ഇതിനുശേഷം നടന്ന കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി CPMന്റെ മുതിർന്ന നേതാവ് മനോരമ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ നിലപാടുള്ള സംഘടനയാണ് എന്നാണ് ലീഗ് പറയുന്നത്. ഇതേ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. തീവ്രവാദ നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദ നിലപാടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവർ മതേതരവാദികളാണെന്നോ തീവ്രവാദ പ്രസ്ഥാനമല്ല എന്നോ തീവ്രവാദികളാണോ എന്ന് പറയാൻ പോയിട്ടില്ല. ഞങ്ങൾ ഓരോ പ്രശ്നത്തെ ആസ്പദമാക്കിയാണ് അവരോട് നിലപാട് സ്വീകരിക്കാറുള്ളത്. സാർവദേശീയ രംഗത്ത് സാമ്രാജ്യത്വ ശക്തികൾ ഇന്ത്യ രാജ്യത്ത് എടുക്കുന്ന നിലപാട് ഇതിൽ പലതും അവർ എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. ആ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങളതിന് മുമ്പേ എതിരാണ്. ഞങ്ങളെടുക്കുന്നൊരു നിലപാടിനോട് യോജിച്ചു വരുന്നു എന്നുള്ള സാദൃശ്യമോ അതല്ലെങ്കിൽ സാമ്യമോ യോജിപ്പോ ആണ് ഞങ്ങൾക്കുള്ളത്. അതല്ലാതെ അവരുമായി പരിപാടി ചർച്ച ചെയ്തുകൊണ്ടുള്ളൊരു യോജിപ്പിലേക്ക് ഇന്നേ വരെ ഞങ്ങൾ പോയിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പിൽ അവർ പിന്തുണയ്ക്കുന്നു എന്നവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് നിലപാടിന്റെ പേരിലാണ് CPM ആ പിന്തുണ സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വോട്ടർ, ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ് ശരി എന്ന് വിശ്വസിച്ച് അവർക്ക് വോട്ട് നൽകണം എന്ന് തീരുമാനിച്ചാൽ പാടില്ല എന്ന് പറയുന്ന വിഡ്ഢിത്തരം ഞങ്ങൾക്കില്ല. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ കേട്ടത് 2011 ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി മനോരമ ന്യൂസിനോട് പറഞ്ഞതാണ്. ശ്രീ രാജു പി നായർ നേരത്തെ കേൾപ്പിച്ച പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അതായത് ഞങ്ങൾക്ക് ഇത്തവണയും ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു, അപ്പോൾ മറ്റു പലരും അവരെ പ്രലോഭിപ്പിക്കാൻ നോക്കി, അവർ വീണില്ല എന്ന് പറഞ്ഞത് 2006-ലേതാണ്. 1996-ൽ തുടങ്ങിയ ഈ അവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് താങ്കളും നേരത്തെ പറഞ്ഞു. അപ്പോൾ 96-ൽ സ്വീകരിച്ചു, 2006-ൽ പിണറായി വിജയൻ പറഞ്ഞത് നമ്മളിപ്പോൾ നേരെ കേട്ടു, പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് 2011-ലാണ്. ഈ വർഷങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി CPM-നാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. അത് വേണ്ടെന്ന് പറയാൻ വിഡ്ഢികളല്ല നിങ്ങളെന്ന് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് നമ്മളിപ്പോൾ കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പിന്നെ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് സംഭവിച്ചു? ജമാഅത്തെ ഇസ്ലാമി എപ്പോൾ മുതലാണ് CPM-ന് വർഗീയ സംഘടനയായി മാറിയത്? അല്ല, സഖാവ് പാലോളി പറയുന്ന പോയിന്റ് ഏത് ഘട്ടമാണ്? 2011. സാർവദേശീയ രാഷ്ട്രീയത്തിനകത്ത് ഏത് പോയിന്റ് ആണെങ്കിലും 2011-ൽ നിങ്ങൾക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ആ വോട്ട് വേണ്ട എന്ന് പറയാൻ മാത്രം വിഡ്ഢികളല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ മാത്രം വിഡ്ഢികളല്ല ഞങ്ങൾ എന്ന് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. 2011-ൽ 2006-ൽ പിണറായി വിജയൻ പറഞ്ഞതാണ് നേരത്തെ ശ്രീ രാജു പി നായർ കേൾപ്പിച്ചത്. അതൊക്കെ അതില് ബഹുമാനപ്പെട്ട പിണറായി 2006-ൽ പറഞ്ഞ ശബ്ദം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനത് പരിശോധിച്ചിട്ട് പറയാം. സഖാവ് പാലോളി പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞ കാര്യം അല്ലല്ല ഞാൻ പറയട്ടെ. എന്റെ മറുപടി അല്ലല്ല, എന്റെ മറുപടി കേൾക്കൂ. ശരി, എന്റെ മറുപടി ഒന്ന് കേൾക്കൂ. പറഞ്ഞോളൂ ശ്രീ അനിൽകുമാർ. അതെനിക്ക് അയച്ചു തന്നാൽ ഞാൻ പരിശോധിക്കാം. ഞാൻ പറയുന്നത് അല്ല, അതല്ലല്ല ഇപ്പോൾ പ്രധാനപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിനെ കുറിച്ച് CPM-ന്റെ നിലപാടിൽ ഉണ്ടായ മാറ്റത്തിന്റെ കാരണം കേരളം ശരിയായി മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ശ്രീ അനിൽകുമാർ, എപ്പോൾ മുതലാണ്? 2006-ൽ 96-ൽ ഓക്കെയാണ്, 2006-ൽ ഓക്കെയാണ്, 2011-ൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വർഗീയ വോട്ടല്ല. പിന്നെ എപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM-ന് വർഗീയ വോട്ടായി മാറിയത്? കൃത്യമായിട്ട് പറയാം. ഒന്ന്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സഖാവ് പാലോളി പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുമായി സംഘടനാപരമായിട്ടോ ഏതെങ്കിലും തരത്തിലൊരു നിലപാടിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ടില്ല. അവരൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാട് ഇടതുപക്ഷത്തിനെതിരല്ല, ഇടതുപക്ഷമാണ് ശരിയാണെങ്കിൽ ഞങ്ങൾ നിരാകരിച്ചിട്ടില്ല. ഇതാണ് ബഹുമാനപ്പെട്ട പാലോളി പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു? ഇതാണ് CPM വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം
ന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ട തീവ്രതരമാക്കുകയും ഭരണകൂടത്തിലേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം കടന്നു കയറിയിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരായ പ്രതിരോധം സ്വത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യൂനപക്ഷ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാകുന്നത് സംഘപരിവാരത്തെ സഹായിക്കുന്നുവെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. മുസ്ലിം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇനി വേണ്ട, അല്ല പിന്തുണ വേണ്ടെന്ന് CPM തീരുമാനിച്ചാണോ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചാണോ പിന്തുണയ്ക്കേണ്ടെന്ന്? അല്ല, ജമാഅത്തെ ഇസ്ലാമി CPM-ന് പിന്തുണ തരാമെന്ന് പറയുകയോ ഞങ്ങൾ വേണമെന്നും വേണ്ടെന്ന് പറയുകയോ അല്ല ഉണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ നിലപാട് അവർ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്നതിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടതുപക്ഷമാണ് ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരാകരിച്ചില്ല. ഇത്രയുമാണ് അതിലുണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? പോയിന്റ് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ഹിന്ദുത്വ മതരാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഭരണഘടനയെ ഒരു മതഭരണഘടനയാക്കാൻ നോക്കുന്ന അപകടത്തിലേക്ക് BJP വളരുന്നു. ഭരണകൂടത്തിൽ അവർ നിലപാടെടുക്കുന്നു, ജുഡീഷ്യറിയിൽ വരെ നുഴഞ്ഞു കയറുന്നു. അസംബന്ധമാണ്. മതപരമായ പ്രതിരോധം അസംബന്ധമായതുകൊണ്ട് അതായത് ജമാഅത്തെ ഇസ്ലാമി BJP ഇതുപോലെ രാജ്യത്താകെ കൈയടക്കുന്നതിന് മുൻപ് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴൊന്നും നിരാകരിച്ചില്ല എന്ന് താങ്കൾ വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ നിരാകരിക്കുമോ? അത് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞില്ല. അതാണ് പാലക്കാട്ടെ വിഷയം. പാലക്കാട്ടെ പ്രധാനപ്പെട്ട കാര്യം SDPIയും ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. നമ്മൾ ഈ ചർച്ചയിലെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചാൽ നിരാകരിക്കുമോ? ഒരിക്കലും ഇതിനു മുൻപ് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി സ്വന്തം നിലയിൽ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ നിരാകരിച്ചില്ല എന്ന് താങ്കൾ പറഞ്ഞു. എന്ന് വെച്ചാൽ തീരുമാനമെടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നതിൽ നിന്ന് സ്പഷ്ടമാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ നിങ്ങൾ അത് നിരാകരിക്കുമോ? അവിടെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞങ്ങൾ CPM ഒരു നിലപാടെടുത്തത് തെരഞ്ഞെടുപ്പ് വേദിയിൽ മാത്രമല്ല, ഒരു യോജിച്ചുള്ള സമരവേദിയിലോ സംഘടനാ വേദിയിലോ അവരുമായി വേദി പങ്കിടുന്ന പ്രശ്നം പോലുമില്ല. ഇപ്പോഴത്തെ നിലപാടല്ല, പരസ്യപ്പെടുത്ത നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ SDPയുമായിട്ടോ വേദി പോലും പങ്കിടില്ല. പിന്നെ മറ്റേ ഞാൻ താങ്കളിലേക്കും തിരിച്ചു വരാം. BJPയുടെ തീരുമാനം അഥവാ BJPയുടെ കാരണം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ യഥാർത്ഥ കാരണം എപ്പോൾ വരും എന്നത് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വർഗീയതയുടെ ധ്രുവീകരണം കൊണ്ടാണ് പാലക്കാട് BJP തോറ്റതെന്ന് BJPക്ക് ഇപ്പോൾ ആദ്യഘട്ടത്തിലെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ല, എനിക്ക് സമയം കുറവായതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ള രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒന്ന്, എല്ലാ മസ്ജിദിലും ശിവലിംഗം തെരഞ്ഞു പോകണ്ട എന്ന് മോഹൻജി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭുജിലെ സർസംഘചാലക് RSS ചീഫ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അമ്പലത്തിലും എല്ലാ പള്ളികളിലും ശിവലിംഗം ഉണ്ടോ എന്ന് തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അനിൽകുമാറിനുള്ള മറുപടിയാണ്.